ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്തെല്ലാണ് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ നമ്മളും ഇവിടെ റാഹത്താണ്. അപ്പോൾ ഞാനിന്നൊരു അടിപൊളി ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക, കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ട് തന്നെ ആവശ്യത്തിനുള്ള ഉള്ളി എടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് എത്ര ഉള്ളി വേണോ അത്രയും ഉള്ളി എടുക്കുക. എന്നിട്ട് ഞാനിത് കുക്കറിൽ വിസിലടിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. കാരണം എന്നാൽ പെട്ടെന്ന് നമുക്ക് ഉള്ളി നല്ലോണം വാടിയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുക്കറിൽ ഒരു 3 വിസിൽ കുക്കറിൽ ഉള്ളി അടിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ നല്ലോണം കട്ടാക്കി ഇട്ടിട്ട് ഉള്ളി മുഴുവനായിട്ട് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പ്, അതിന് അധികമായി പോകേണ്ട കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഞാനിത് കുറച്ച് വെള്ളവും കുടഞ്ഞിട്ട് ഒരു 3-4 വിസിൽ അടിക്കാൻ വേണ്ടിയിട്ട് ഞാനത് അടുപ്പത്തേക്ക് വെക്കാൻ പോകാം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ആവശ്യത്തിന് ഉള്ളി എടുക്കുക. അതിന് നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് കുക്കറിലിട്ടതിന് ശേഷം നമ്മൾ ഉള്ളി ഒന്ന് കൈ കൊണ്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കുക, നല്ലോണം പ്രസ്സാക്കി കൊടുക്കുക. കാരണം ഉള്ളി ഇങ്ങനെ കട്ടായിട്ട് കിടക്കണ്ടല്ലോ, അതുകൊണ്ടാണ് നമ്മൾ കൈ കൊണ്ട് നല്ലോണം പ്രസ്സാക്കിയിട്ട് കുഴച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ കണ്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള ഒരു 5 ഉള്ളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള എത്രയാണോ ഉള്ളി അത്ര എടുക്കട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനെന്ന് വെച്ചാൽ അധികമായി പോകേണ്ട, ബാക്കി നമ്മൾ മറ്റൊരു ചിക്കൻ പൊരിച്ചിലൊക്കെ ചേർക്കുന്നതിനെ കൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉള്ളി വാടാൻ വേണ്ടി മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടിയ, കാരണം നമ്മൾ ഉള്ളിയിൽ നിന്ന് എന്തായാലും നമുക്ക് വെള്ളം ഇറങ്ങി കിട്ടും. പക്ഷേ എന്നാലും കുറച്ച് വെള്ളം നമ്മൾ ധൈര്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒന്ന് കുടഞ്ഞ് കൊടുക്കട്ടോ. അപ്പോൾ അതിയായി പോണ്ട കുറച്ച് വെള്ളം ഒന്ന് കുടഞ്ഞ് കൊടുക്കുക. എന്നിട്ട് ഒരു 4 വിസിലടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കറ് അടുപ്പത്ത് വെക്കട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി വെക്കണം. എളുപ്പം പെട്ടെന്ന് ഉണ്ടാക്കട്ടെ. എത്ര ഗസ്റ്റ് നമ്മളെ വീട്ടിൽ വന്നിരിക്കുന്ന സമയത്ത് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. കാരണം നമ്മൾ ഉള്ളിയൊക്കെ കുക്കറിൽ അടിച്ചെടുക്കുന്നതിനെ കൊണ്ട് പെട്ടെന്ന് ഇനി കൈവെക്കാണ്ട് വാട്ടേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് കഴിയും കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത ഉള്ളി വാടുന്ന 4 വിസിലാവുമ്പോഴേക്ക് നമുക്ക് തക്കാളീനെ വാട്ടിയെടുക്കണം. അപ്പോൾ ഞാൻ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിലോ വെളിച്ചെണ്ണ ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിലേക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ആവശ്യമുള്ള തക്കാളി ഇട്ട് കൊടുക്കുക. എത്ര തക്കാളിയാണോ നമ്മൾ 6 ഉള്ളിക്ക് ഒരു 5-6 തക്കാളിനെ എടുത്താൽ മതി കേട്ടോ. ഒരു 5 ഉള്ളിക്ക് 5-6 തക്കാളി തന്നെ എടുക്കുക, കുറഞ്ഞു വേണ്ട കേട്ടോ. അപ്പോൾ പുളിയിപ്പോൾ നമ്മൾ നാരങ്ങയൊക്കെ ചേർക്കുന്നതിനെ കൊണ്ട് അധികം വേണ്ട, കുറഞ്ഞൊക്കെ വേണ്ട, ഒരു കണക്കിലെടുക്കുക. എന്നിട്ട് നമ്മളത് റൗണ്ടാക്കിയിട്ട് ചെറുതാക്കി കട്ടാക്കുക. ഞാനതിപ്പോൾ കുറച്ച് വലുതാക്കിയിട്ടോട്ടെ കട്ടാക്കി, നിങ്ങൾ ചെറുതാക്കിയിട്ട് കട്ടാക്കുക. എന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഓയിലൊന്നും ചേർക്കണ്ട കേട്ടോ. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് അതിൽ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വാടാൻ വേണ്ടി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോഴേക്ക് നമ്മളെ 4 വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന് കുക്കറിൻ്റെ ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ട് അപ്പോഴേക്ക് നമ്മൾ തക്കാളി ഒന്ന് വാടി കിട്ടണം. നമ്മൾ ഉള്ളി വാടിയത് കൊണ്ട് തക്കാളി നമുക്ക് വാടി കിട്ടേണ്ടതുണ്ട്. അപ്പോൾ അതുവരെ നല്ലോണം വഴറ്റി കൊടുക്കുക. നന്നായിട്ട് വാടുന്നുണ്ട്. അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉള്ളി വാടിയത് കൊണ്ട് നമുക്ക് തക്കാളി വാടിയതിന് ശേഷം ഇട്ട് കൊടുക്കാനേ പറ്റൂ. കാരണം ഇനി ഉള്ളി വാടാനൊന്നുമില്ലല്ലോ, ഉള്ളി വാട്ടി ഇങ്ങനെ കൈവച്ച് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മളെന്താക്കുക, ഇത് നന്നായിട്ട് ഉടച്ചെടുക്കുക. നല്ലോണം തക്കാളി നല്ലോണം പേസ്റ്റ് പോലെ ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ തക്കാളി നല്ലോണം വാടി വന്നിട്ടുണ്ട് കണ്ടോ. നല്ലോണം അതിൽ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. തക്കാളി നമ്മൾ ഉപയോഗിക്കുന്ന കയ്യിൽ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ്സാക്കിയിട്ട് ഉടച്ചെടുക്കുക. കാരണം അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് നമുക്ക് ഇറങ്ങി കിട്ടണം. ചിക്കനിലെ മസാലയിലേക്ക് തക്കാളിയിലേക്ക് ഉള്ളിയിലെ എല്ലാത്തിനും ഫ്ലേവർ നമുക്ക് ഒന്നായിട്ട് കിട്ടണം. നല്ല ബിരിയാണീൻ്റെ മസാല സൂപ്പർ ടേസ്റ്റി ആവും കേട്ടോ. എന്തൊക്കെ നന്നായിട്ട് ഉടച്ചെടുക്കുക. അപ്പോൾ നമ്മൾ കുക്കറിൻ്റെ വിസിൽ പോക്കിയിട്ട് നമ്മളായ ഉള്ളി തുറന്ന് നോക്കി ഉള്ളി നമുക്കൊന്ന് അതിൽ നിന്ന് കുഴച്ചെടുക്കണം. കാരണം നമ്മൾ വെള്ളം കുടഞ്ഞ് വെച്ചല്ലോ. അപ്പോൾ നമുക്കതൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടി നമ്മൾ കയ്യിൽ തന്നെ വെച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഡയറക്റ്റായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട്
നന്നായിട്ട് ഇടാം. നമ്മുടെ ഉള്ളിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്നും ആക്കട്ടെ, പെട്ടെന്ന് പെട്ടെന്ന് ബിരിയാണിയുടെ പണിയൊക്കെ പെട്ടെന്ന് കഴിയും കേട്ടോ. പണ്ടത്തെ മാതിരി ഉള്ളി വാട്ടി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ സിമ്പിൾ പരിപാടിയിലേക്ക് ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. അതിനകത്ത് ഒന്ന് അടച്ചെടുത്തിട്ട് നേരിട്ട് അങ്ങോട്ടേക്ക് അതിലേക്ക് നമ്മളെ ഉള്ളി തക്കാളി നമ്മൾ വാട്ടി വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് നമ്മൾ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വേറൊരു പണിയില്ല. അപ്പോൾ ഇത് കണ്ടില്ലേ, അതിലേക്ക് നല്ലോണം മിക്സ്. എന്നിട്ട് ഒന്ന് രണ്ടും കൂടി നല്ലോണം മിക്സ് ആക്കിയിട്ട് ഒന്ന് തിളയ്ക്കുന്നവരെ ഒന്ന് കാത്ത് വെക്കുക. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഒന്ന് കാത്ത് വെക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് വേണ്ടിയെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കട്ടോ. പിന്നെ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കരുത് കേട്ടോ. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനമായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റായിട്ട് അറിയിക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. കാരണം അത് പെട്ടെന്ന് കഴിയുന്ന പണിയല്ലേ. ബിരിയാണി പണി എല്ലാവരും വലിയ പണിയാണെന്ന് കരുതിയിട്ട് അധികം ആൾക്കാർ മടിച്ചിരിക്കും. പക്ഷേ സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും. അപ്പോൾ നിങ്ങൾ എന്താക്കുക, എന്തായാലും ഇതേമാതിരി ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്കായിട്ട് അറിയിക്കാം. നമുക്ക് മനസ്സിലാവുമല്ലോ ഓരോരുത്തർക്ക് എത്രത്തോളം ഉപകാരപ്പെട്ടു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുമല്ലോ. അപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം ഇതാകുന്നുണ്ട്. ഒന്നും കൂടി തിളച്ച് വരട്ടെ. അപ്പോഴേക്ക് നമുക്ക് എന്താക്കാം, ചോറ് നമുക്ക് അടുപ്പത്തേക്ക് നമുക്കത് ചൂടോടെ തന്നെ എല്ലാ പണിയും ബിരിയാണി ആകുമ്പോൾ ദമ്മൊക്കെ ചൂടോടെ തന്നെ ഇടണം. അപ്പോൾ നമുക്ക് അതിൻ്റെ അപ്പുറം തന്നെ അതൊന്ന് റെഡിയാകുന്ന സമയത്ത് തന്നെ നമുക്ക് ചോറ് ഇവിടെ റെഡിയാക്കി എടുക്കാം. നെയ്ച്ചോറ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാലും ഞാനൊന്ന് ജസ്റ്റായിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നെയ്യാണ്. നിങ്ങൾക്ക് എന്താണോ വെളിച്ചെണ്ണ മാത്രം മതിയെങ്കിൽ വെളിച്ചെണ്ണ മാത്രമാക്കി എടുക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നെയ്യും 2-3 ടേബിൾ സ്പൂണ് ഓയിലുമാണ്, സൺഫ്ലവറിൻ്റെ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഞാൻ സാധാരണ നെയ്ച്ചോറ് വെക്കാറുള്ളത് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. വെളിച്ചെണ്ണേനെക്കാട്ടി ടേസ്റ്റ് നമുക്ക് നെയ്യിലുണ്ടാക്കുന്ന സമയത്ത് കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഞാനിത് അതിൻ്റെ ഒപ്പം തന്നെ ഒരു 3 ടേബിൾ സ്പൂണ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടി അത്ര ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് നിങ്ങളതിൻ്റെ ഓയിലിൻ്റെയും നെയ്യിൻ്റെ ഒക്കെ ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അല്ലാണ്ട് കൊട്ടും കുറഞ്ഞു പോയാൽ ടേസ്റ്റ് നമുക്ക് പറ്റ കുറഞ്ഞു കേട്ടോ. അപ്പോൾ എന്താക്കുക, ഞാൻ നല്ലോണം നല്ല സ്ലൈസ് രൂപത്തിൽ അരിഞ്ഞിട്ടുള്ള ഉള്ളി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഉള്ളി കരിയാതെ വേണം നമുക്ക് എടുക്കാൻ. കരിഞ്ഞു പോയി നമ്മളെ ബിരിയാണീൻ്റെ എല്ലാ ഫ്ലേവറും മാറിപ്പോകും കേട്ടോ. അപ്പോൾ നമ്മളത് ചെറിയ ഒന്ന് ചോപ്പിച്ചെടുത്താൽ മതി, കരിക്കുകയേ ചെയ്യരുത്, പ്രത്യേകം പറയുകയാണ്. കാരണം ഉള്ളി എപ്പോഴും ബിരിയാണിയിൽ ഉണ്ടാക്കുന്ന ഉള്ളി എപ്പോഴും കരിച്ചിട്ടാണ് കാണല്. അപ്പോൾ നമ്മളെന്താക്കുക, കൈ വെച്ച് തന്നെ ഇളക്കുക, നല്ലോണം നോക്കി വയ്ക്കുക. ഒരു ഗോൾഡൻ ഷെയ്ഡാകുന്നത് വരെ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഇളക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 കൊന്ത് കറിവേപ്പില നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലൊരു ഫ്ലേവർ ആയിക്കോട്ടെ. നമ്മളെ ചോറിന് അതായത് നെയ്ച്ചോറിന് നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടും കേട്ടോ. നല്ലൊരു ഫ്ലേവറായിരിക്കും. നമ്മൾ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്താൽ, കാരണം നമ്മൾ മസാലയിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ചോറിലാണ് ചേർക്കുന്നത്. ഇത് നമ്മൾ ദമ്മിടുന്ന സമയത്ത് ഇത് ദമ്മിലേക്ക് എന്തായാലും ചോറും എല്ലായിട്ടും മിക്സ് ആകുന്നതല്ലേ. അപ്പോൾ നമ്മൾ ചോറിലാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ നന്നായിട്ട് നമ്മൾ കൈവച്ചിട്ട് തന്നെ ഇളക്കിയെടുക്കുക. കാരണം നമ്മൾ കരിയരുതല്ല, കരിഞ്ഞാൽ നമ്മളെ ബിരിയാണീൻ്റെ ഫ്ലേവർ മുഴുവനായിട്ടും പോയിട്ടു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പ്രത്യേകം എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ അതെല്ലാവരും എന്തായാലും ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു ഗോൾഡൻ ഷെയ്ഡാകുന്നവരെ നമുക്ക് കൈവച്ചിട്ട് തന്നെ ഇങ്ങനെ ഇളക്കിയെടുക്കുക കേട്ടോ. പെട്ടെന്ന് കഴിയുന്നവരെ പെട്ടെന്നാവട്ടെ. നമ്മൾ മടിച്ചിരുന്നിട്ടാണ് നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി കഴിയാത്തത്. ഒന്ന് ഉഷാറായാൽ പെട്ടെന്നെല്ലാം കഴിയും കേട്ടോ. ഒന്ന് ഉണ്ടാക്കി തുടങ്ങിയാൽ നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കാനുള്ളൊരു ഒരു ഇതൊക്കെ വരും, ഒരു ആകാംക്ഷയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഏകദേശം വാടി വരുന്ന സമയത്ത് ഈ ഒരു കളറായി വരുന്ന സമയത്ത് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കുക. മുന്തിരി ഇഷ്ടമുള്ളവർ ചേർത്താൽ, ഞാൻ അങ്ങനെ ചേർക്കാറില്ല, ഉണ്ട്, പക്ഷേ ഞാൻ ചേർക്കായിട്ടാണ് കേട്ടോ. ഞാൻ അങ്ങനെ മുന്തിരി അങ്ങനെ ചേർക്കലില്ല ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്തിരിയും ചേർത്ത് കൊടുക്കുക, അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കട്ടെ. ഈ സമയത്ത് ഇട്ടെടുക്കണം. കാരണം അല്ലെങ്കിൽ നമ്മൾ ഉള്ളി ഒന്നും കൂടി വാടിയിട്ട് ഇടുകയാണെങ്കിൽ നമ്മൾ അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ആ ഉള്ളി കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ അത് ശ്രദ്ധിച്ചിട്ട് ഉള്ളി ഒന്ന് പകുതി വാടിയ സമയത്ത് നമ്മൾ അതിലേക്ക് അണ്ടിപ്പരിപ്പ് വേണ്ട എത്രയാണോ കാഷ്നായിട്ട് വേണ്ടത് അപ്പോൾ അത് ചേർത്തിട്ട് അതും നന്നായിട്ട് നമ്മൾ കൈവച്ചിട്ട് തന്നെ ഇളക്കിയാൽ പെട്ടെന്ന് കഴിയും കേട്ടോ. നമ്മൾ ഗോൾഡൻ ഷെയ്ഡായി വരുന്നുണ്ട്. ഒന്നും കൂടി ഗോൾഡനായി നമുക്കത് പെട്ടെന്ന് കോരിയെടുക്കണം. അല്ലെങ്കിൽ ഈ നെയ്യിൻ്റെ ചൂടുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ എന്താക്കാതാ ഇപ്പോൾ നമ്മളതാ കോരിയെടുക്കാൻ വേണ്ടി പോകണം. അത് മതി, അധികമാക്കി നമ്മൾ കരിഞ്ഞു പോകും.
അപ്പോൾ അതാ ഞാനത് കോരിയെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങൾ എന്തായാലും കരിയാണ്ട് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു ഗോൾഡൻ ഷെയ്ഡ് ആകുമ്പോഴത്തേക്ക് നമുക്കിത് കോരിയെടുക്കണം കേട്ടോ. നമ്മളെ ബിരിയാണി കാണാൻ നല്ല മുഞ്ചുണ്ടാവും. കാരണം എന്താ പറയുക, കരിഞ്ഞിട്ടില്ല, കറുത്ത കളറിലല്ല, നല്ല ഗോൾഡൻ ഷെയ്ഡ് ആയതുകൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ടാവും, കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്താക്കുക, അതാ നമ്മൾ ഉള്ളി ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇനി ഇതിലേക്ക് നമ്മൾ മല്ലിപ്പൊടിയും മല്ലിച്ചപ്പും പുതിനയാണ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഗരം മസാലയും ചേർത്തിട്ട് നല്ലോണം മിക്സാക്കി വെക്കും കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ദമ്മിലേക്ക് ഇത് എടുക്കുക. അത് ലാസ്റ്റത്തെ പണിയാണ്. എന്തായാലും ഇത് വറുത്ത് കോരിയിട്ടാണ് നമ്മൾ ചോറ് വെക്കുക. അപ്പോൾ നമ്മൾ വറുത്ത് കോരി ആ എണ്ണയിൽ തന്നെയാണ് നമ്മളിനി ചോറും വെക്കാൻ വേണ്ടി പോകുന്നത്. എന്നാൽ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് അതിലേക്ക് കിട്ടും കേട്ടോ. ചില ആൾക്കാർ അങ്ങനെ ഉണ്ടാക്കലില്ല, വേറെ കോരി വറുത്ത് കോരലാണ്. അങ്ങനെയല്ല വേണ്ടിയത്. നമ്മൾ ചോറ് വെക്കുന്ന എണ്ണയിൽ തന്നെ നമ്മളത് വറുത്ത് കോരാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു കപ്പ് അരിയാണ് എടുത്തിട്ടില്ല. അതിൽ 1.5 കപ്പ് കണക്കിൽ വെള്ളം പാരുക. നമ്മൾ ഏത് അരിയാണ് എടുത്തത്, ഏതായിരിക്കും ഒരു കപ്പിന് 1.5 കപ്പ് എന്നുള്ള കണക്കിൽ വെള്ളം എടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യമുള്ള പട്ട, കറാമ്പൂ, ഏലക്ക ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിതിപ്പോൾ ചേർത്തിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു 5 കാഷ്നട്ടും കൂടി അടിച്ചിട്ടുള്ളതിൻ്റെ പേസ്റ്റാണ്. അപ്പോൾ നമ്മൾ മസാലയ്ക്ക് വേണ്ടി അടിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ നമ്മൾ ഇതിലേക്ക് വേണ്ടി മിക്സാക്കി കൊടുക്കുക. അത് നല്ലൊരു ടേസ്റ്റാണ്. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമ്മളത് തിളയ്ക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളെ മസാല ഏകദേശം വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ എന്തൊക്കെ മസാലയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അല്ല, മസാലപ്പൊടി ചേർക്കുന്നതിന് മുമ്പ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ചേർത്തിട്ടില്ല, മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഞാനത് അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ ഞാനൊരു 5 കാഷ്നട്ടും കൂട്ടി അടിച്ചതാണ്. അതുകൊണ്ടാണ് കേട്ടോ ഈ കളറ്. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ, ഒരു സീക്രട്ടാണ്. നമ്മൾ എന്തായാലും നിങ്ങളത് ചെയ്ത് നോക്കി എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. കാരണം അടിപൊളിയാണ് കേട്ടോ. എന്തായാലും ഉണ്ടാക്കി മസ്റ്റായിട്ടും ട്രൈ ആക്കി നോക്കുക. കാരണം 5 കാഷ്നട്ട് നമ്മൾ എന്താ പറയുക, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കുന്നതിന് ചേർത്ത് കൊടുക്കുക. പച്ചമുളക് കൂട്ടി നമ്മൾ എന്തായാലും പേസ്റ്റ് ആക്കുള്ളൂ, അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നല്ലോണം അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചച്ചോയ മാറുന്നവരെ ഞാൻ കൈ കൊണ്ടൊന്ന് നല്ലോണം മിക്സായി കൊടുക്കുകയാണ്. അതിൻ്റെ പച്ചച്ചോയ മാറുമ്പോഴേക്ക് ഒന്ന് മിക്സായി കൊടുക്കുക. അതിന് നമുക്കൊന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പോഴേക്ക് നമ്മളെ വെള്ളം അവിടെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അരി കഴുകിയെടുക്കുകയാണ്. അപ്പോൾ 1 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിന് 1.5 കപ്പ് വെള്ളം ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അരി നമ്മൾ കഴുകിയിട്ട് ഊറ്റി വെക്കണം കേട്ടോ. അതാണ് ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. നമ്മൾ അരി എന്തായാലും കഴുകിയിട്ട് ഊറ്റി വെക്കണം, എന്നാലും അതിൻ്റെ കറക്റ്റ് വെള്ളം അധികമായി പോകാണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതാ മസാല നമ്മൾ ഒന്നുകൂടി ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ ഓയിലോ വെളിച്ചെണ്ണ ഒന്നും നമ്മൾ മസാലയിൽ ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ളത് നമ്മൾ ചിക്കൻ പൊരിച്ച് വെച്ചിട്ടുണ്ട്, അതിൻ്റെ വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത്. അപ്പം ഞങ്ങൾ അത് മാത്രം ചേർത്താൽ മതി, കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ നമ്മൾ അധികം വെളിച്ചെണ്ണയോ ഓയിലൊന്നും ഇത് മസാലയ്ക്ക് വേണ്ടി ചേർക്കുന്നില്ല. കാരണം അധികം വേണ്ടല്ലോ, ഒന്നും നമ്മൾ ചിക്കനൊക്കെ പൊരിച്ചിടുന്നതല്ല, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അതിന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിപ്പോൾ ചിക്കൻ പൊരിച്ചിട്ടുള്ള ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ അതിലേക്ക് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മൾ മസാല ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ 2.5 ടീസ്പൂണ് ചിക്കൻ മസാലപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ 2.5 ടീസ്പൂണാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു അര ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കുക. 2.5 ടീസ്പൂൺ തന്നെ നമ്മളെ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. ഈ 3 പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. വേറെ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഉള്ളിയിൽ ആദ്യം ഉള്ളി നമ്മൾ വാട്ടുന്ന കുക്കറിൽ അടിക്കുന്ന സമയത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തുകൊണ്ട് നമുക്ക് ഇനി വേറെ മഞ്ഞൾപ്പൊടി അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എന്താക്കാൻ നന്നായിട്ട് മസാലേൻ്റെ നല്ലോണം മൂപ്പെത്തുന്നവരൊന്ന് നല്ലോണം കൈവച്ച് വഴറ്റി കൊടുക്കുക, ഒന്ന് മൂപ്പിച്ചെടുക്കുക മസാല. എന്നാൽ അതിൻ്റെ എല്ലാ കുത്തുന്ന സ്മെല്ലൊക്കെ പോയിട്ട് നല്ലൊരു അടിപൊളി സ്മെല്ലൊക്കെ വരും കേട്ടോ. എന്താക്കുക നന്നായിട്ട് ഇതുപോലെ നല്ലോണം കൈവച്ചിട്ട് തന്നെ മിക്സാക്കി എടുക്കുക. മൂടി ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. നല്ലോണം നമ്മൾ കൈ കൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് മിക്സാക്കി എടുക്കുക കേട്ടോ. മിക്സാക്കിയതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചിക്കനും നന്നായിട്ട് നമ്മൾ മിക്സാക്കി എടുക്കുക. കാരണം നമ്മൾ ചിക്കന് ഹാഫ് വേവാണ് വേവിച്ചിട്ടുള്ളത്, ബാക്കി ഹാഫ് വേവ് നമ്മൾ മസാലയിൽ കിടന്ന് വേണം വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം കുറച്ച് നേരം അടച്ചൊക്കെ വെക്കും കേട്ടോ. ഒരു 10-15 മിനിറ്റ് നമ്മൾ അടച്ച് വെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എന്താക്കുക, നമ്മൾ നല്ലോണം മിക്സാക്കി എടുക്കുക. മസാല നല്ലോണം ചിക്കനിലേക്ക് കോട്ടായി കൊടുക്കുക. കാരണം നമ്മൾ ചിക്കനിലുള്ള മസാലയിലേക്ക് കോട്ടാണ്, മസാലയിലുള്ള മസാലകളും ചിക്കനിലേക്ക് കോട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നല്ലോണം മിക്സാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാനിപ്പോൾ 2 കൈപ്പിടി നിറച്ചും മല്ലിയിലയും പുതിനയും കൂടിയും അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ് ചേർത്തിട്ടുള്ളത്. കുറച്ച് അധികം വേണം കേട്ടോ. മസാലയിൽ കുറച്ച് അധികം ചേർക്കുന്നത് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ 2 കൈപ്പിടി മല്ലിയിലയും
രണ്ടും കൂടി മിക്സാക്കി കേട്ടോ, 2 കൈപ്പിടി മല്ലിയിലയും പുതിനയും കൂടി മിക്സാക്കി 2 കൈപ്പിടിയിൽ ഇട്ട് കൊടുക്കുക. കൈപ്പിടി നിറച്ചിട്ട് കൊടുക്കുക കേട്ടോ. ബാക്കി നമ്മൾ ദമ്മിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉള്ളി വറുത്ത് വെച്ചതിലേക്കും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താക്കാതെ വേണ്ട, ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഞാൻ ഗരം മസാല പൊടി കുടഞ്ഞു കൊടുത്തിട്ടുണ്ട്, അത് കാണിക്കാൻ വിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അപ്പോഴേക്ക് നമ്മളെ അരിയൊക്കെ നല്ലോണം വെള്ളമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തിളച്ച് വന്നിട്ടുള്ള വെള്ളത്തിലേക്ക് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉപ്പ് നോക്കണം, കാരണം നമ്മൾ ചോറിന് വെള്ളത്തിൽ കുറച്ച് ഉപ്പ് മുന്തി നിൽക്കണം, എന്നാലും ചോറിന് ഉപ്പ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഉപ്പ് നോക്കുക. ഉപ്പ് പോരെങ്കിൽ ആ സമയത്ത് തന്നെ ഇടണം കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇടാമെന്ന് വെച്ചാൽ നമ്മൾ ചോറിന് ഒരിക്കലും ഉപ്പ് പിടിക്കില്ല, ടേസ്റ്റൊക്കെ മാറിപ്പോകും കേട്ടോ. എന്തായാലും നമ്മളിത് മിക്സ് ആക്കിയതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ഞാനിപ്പോൾ ഉപ്പ് കുറവായിട്ട് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഉപ്പ് നോക്കുക, ഉപ്പ് മസ്റ്റാണ് കേട്ടോ ഉപ്പ് നോക്കൽ. അപ്പോൾ ഉപ്പ് പോരായിട്ട് കുറച്ചും കൂടി ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് ചോറ് വേവാൻ വേണ്ടി വെക്കാം. നല്ലോണം അടച്ച് വെക്കുക. ഒന്ന് തിളക്കി വെള്ളം വറ്റുന്നവരെ നമുക്കൊന്ന് അടച്ച് വെക്കണം. എന്നിട്ട് വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 1 കപ്പിന് 1.5 കപ്പ് എന്നുള്ള കണക്കിൽ മാത്രം വെള്ളം വെച്ചാൽ മതി കേട്ടോ. കുറച്ചും കൂടി എന്ന് പറഞ്ഞ് വെച്ചാൽ നമ്മൾ അരി എന്താ പറയുക പായസം പോലെ ഇപ്പോൾ നല്ലോണം വെന്തടിഞ്ഞു പോകും. അപ്പോൾ അത് നമ്മളെ ബിരിയാണീൻ്റെ ടേസ്റ്റ് മുഴുവൻ പോയി പോകും കേട്ടോ. അപ്പോൾ അത് നമുക്ക് നല്ലോണം അത് അടച്ച് വെക്കുക. ആണോ, ഞാനിപ്പോൾ അത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വെള്ളമൊക്കെ നല്ലോണം വറ്റി ബബിൾസ് വരുന്നുണ്ട്. അപ്പോൾ അന്നേരം നമ്മളൊന്ന് അടിയിൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് അടിയിൽ പിടിക്കുന്നത് നോക്കേണ്ടിയിട്ട് നമ്മളൊന്ന് മിക്സ് ആക്കുക. എന്നിട്ട് വീണ്ടും നമ്മളത് അടച്ച് വെക്കുക കേട്ടോ. ഇതാ നമ്മൾ ചോറ് അടച്ച് വെച്ച് ഇതാ അപ്പോൾ ഫുള്ള് വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല അടിപൊളി ചോറായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത് 1 കപ്പിന് 1.5 കപ്പ് എന്നുള്ള അളവിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമ്മൾ മറിച്ചിട്ട് നല്ലോണം അമർത്തി വെച്ചെടുക്കുക കേട്ടോ. ചോറ് ഞാനിപ്പോൾ മറിച്ചിട്ടിട്ട് അമർത്തി വെക്കാൻ വേണ്ടി പോവാണ്. എന്നിട്ട് സിമ്മിലാക്കി വെച്ച് കൊടുക്കുക. ആദ്യം ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചോറ് മറിച്ചിട്ടിട്ട് നല്ലോണം പ്രസ്സാക്കി അമർത്തി ചോറൊക്കെ പ്രസ്സാക്കി വെച്ചതിന് ശേഷം സിമ്മിലിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറും മസാലയൊക്കെ അത് അവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ദമ്മിടാണ്. ചൂടോടെ തന്നെ ദമ്മിടണം, കാരണം ചൂട് തണിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു വാഴൻ്റെ ഇലയുടെ പീസ് വെച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള റൈസ് പകുതി 2 ലെയറായിട്ടാണ് ഇപ്പോൾ ഞാൻ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ 2 ലെയറായിട്ട് ഇടുക. നിങ്ങൾക്ക് എത്ര ലെയർ വേണോ അത്ര ലെയറാക്കിയിട്ട് നിങ്ങൾക്ക് ഇടുക കേട്ടോ. ഒറ്റ ലെയറാണ് അതിലിടുക, 2ഓ 3ഓ വേണേൽ നിങ്ങൾക്ക് അതിനിടുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 ലെയറിലാണ് ചോറ് ഇട്ട് കൊടുക്കുന്നത്, റൈസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. പെട്ടെന്ന് കഴിയും. ഒരു 3/4 മണിക്കൂർ കൊണ്ട് നമ്മളെ ബിരിയാണി അവിടെ റെഡി ആയിരിക്കും. നമ്മൾ ഗസ്റ്റ് വന്നിരുന്നാലും നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കുക. സാധനം വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. എൻ്റെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. പ്രത്യേകം എടുത്ത് പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു ലൈക്കെങ്കിലും അറിയിക്കുക. പിന്നെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ ഇഷ്ടപ്പെട്ടാൽ കേട്ടോ. ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എല്ലാം ചോറ് ഇതാ ഫസ്റ്റ് ലെയറാണ് ഇപ്പോൾ ഞാൻ സെറ്റാക്കുന്നത്. അപ്പോൾ അത് ചോറ് നമ്മൾ നല്ലോണം ആക്കിയതിന് ശേഷം നമ്മൾ എന്താക്കുക, അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മല്ലിയില നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള ഗരം മസാല, മല്ലിയില, പുതിന, പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളി, കാഷ്നട്ട് എല്ലാം കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പൊരിച്ച ഓയിലിൽ നിന്ന് വെളിച്ചെണ്ണയിൽ നമ്മൾ ചിക്കൻ പൊരിച്ചിട്ടുള്ള വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അതിൽ നിന്ന് 2 ടീസ്പൂൺ നമ്മൾ അതിൽ ദമ്മ് ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കാരണം നമ്മൾ ദമ്മ് തട്ടുന്ന സമയത്ത് നമുക്ക് ചോറ് ഒട്ടിപ്പിടിക്കാണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ലൊരു കളറും കിട്ടും, നല്ലൊരു ഷെയ്ഡും കിട്ടും, ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കുകയും ചെയ്യില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്തായാലും മറിച്ച് കളയുന്നില്ല. നമ്മൾ പൊരിച്ച മസാലയിലൊന്നും അധികം നമ്മൾ എണ്ണയോ അധികം ഒന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് നെയ്യും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ബിരിയാണീൻ്റെ ദമ്മിൽ പക്ഷേ നെയ്യൊക്കെ അധികം ആൾക്കാർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. മസ്താരി നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതല്ലേ, ഹോം മെയ്ഡ് അല്ലേ, അപ്പോൾ നമുക്ക് അധികം നെയ്യിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിക്കുന്ന പോലെ തന്നെ നല്ല സേഫ്റ്റി ആയിട്ട് നമുക്ക് ശരീരത്തിന് പറ്റുന്ന രീതിക്ക് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കുക കേട്ടോ. അവരെന്തൊക്കെ ചേർക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സിമ്പിളായിട്ട് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണല്ലോ കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. വളരെ എളുപ്പത്തിൽ കഴിയാവുന്നതാണ്. ബിരിയാണിന്ന് പേര് കേട്ടാൽ തന്നെ നമ്മൾ വിചാരിക്കും വലിയ എന്തോ പണിയാണ്, പക്ഷേ അങ്ങനെയല്ല, സിമ്പിളാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക. കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നല്ലൊരു അടിപൊളി ബിരിയാണിയാണ്. ഇപ്പോൾ നമ്മളിതാക്കുക 2ാമത്തെ ലെയർ ഞാനിത് അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഒരു 10-15 മിനിറ്റ് നമുക്കത് എന്താക്കാനാ ഒരു
സിമ്മിലാക്കിയിട്ട് അടുപ്പത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ബിരിയാണി. ഞാനിതാ സിമ്മിലാക്കിയിട്ട് അടുപ്പത്തേക്ക് വെക്കാണ് കേട്ടോ. സിമ്മിലാക്കിയിട്ട് ഒരു 10 മിനിറ്റ് നമ്മളത് ഒന്ന് ഇതിനെ ഒന്ന് പുകയാൻ വേണ്ടിയിട്ട്, അതായത് അടിയിൽ നിന്നുള്ള മസാലയിൽ നിന്നുള്ള സ്മെല്ലും വാഴയിലേൻ്റെ സ്മെല്ലൊക്കെ നമുക്ക് പുറത്തേക്ക് എന്തായാലും സ്മെല്ലടിക്കും ഒന്ന് ചൂട് കിട്ടുന്ന സമയത്ത്. അപ്പോൾ അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ആക്കട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ അടിപൊളി ബിരിയാണി. ഇപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ബിരിയാണി. എന്തായാലും കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും പുതിയ വീഡിയോകളായിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നതാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ ബൈ.